എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിന്ന് കാണിക്കുന്നത് ബൺ ഓംലെറ്റ് ആണ്. ഇത് ബ്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ പുറത്തെടുത്ത് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. എരിക്ക് വേണ്ടി ഞാനിവിടെ 2 ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ഓംലെറ്റിനുള്ള മുട്ട തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ബണ്ണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിനി 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ബണ്ണിന് പകരം നിങ്ങൾക്ക് ബ്രെഡും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഏത് ടൈപ്പിലുള്ള ബൺ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാൻ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒന്ന് തടവി കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ പെട്ടെന്ന് ഇളകി വരും. ഇത് അയണിൻ്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണ് 4 പീസസ് ഉണ്ട്. അപ്പോൾ അത് 4 ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു നുള്ള് കാശ്മീരി മുളക് പൊടി ഒന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഒരു തവി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി ഇത് മറിച്ച് ഇട്ട് കൊടുക്കുക. സൂക്ഷിച്ച് ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 2 നമ്മളിതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുത്ത സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അപ്പം 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളിതുപോലെ ഒരു ബർഗർ പോലെ മടക്കിയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബൺ ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ഓംലെറ്റ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ സോസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണെന്ന് കാണിച്ചത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.